ഇവിടെ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റില്ലേ? സെക്ഷൽ പോസിബിലിറ്റി ഇല്ലെങ്കിലും ജുബി, അവിടെ ഒരു പ്രശ്നമുണ്ട്. ടോയ്സ് ഉപയോഗിച്ച് പീഡിപ്പിക്കാൻ പറ്റും. ജുബി ഉദ്ദേശിക്കുന്നത് പുരുഷലിംഗം മാത്രമല്ല വേണം. മനസ്സിലായോ? ഇപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഒരു ലിംഗം ഉപയോഗിച്ച് മാത്രമാണ് ഈ പീഡനം നടക്കാൻ. അതിന് വേറെ കാര്യമുണ്ട്. നിയമവ്യവസ്ഥ എങ്ങനെയല്ലേ ഈ പറയുന്ന ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മെന്റലി ഉണ്ടാവുന്നത് ഒരു ആഘാതമുണ്ട്. ഒരു പീഡനം സംഭവിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു മെന്റലി ഉണ്ടാവുന്ന സാധനമാണ് ഏറ്റവും അധികം. ഫിസിക്കലി വേറെ, ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻ കാര്യങ്ങളെല്ലാം ഇതൊരു ഉപകരണം വെച്ച് സാധിക്കും ഇന്നത്തെ കാലത്ത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ ഇന്ന് പീഡിപ്പിക്കാൻ പറ്റും, ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിന് ജെൻഡർ ഒന്നും വേണ്ട. മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഗേ തമ്മിൽ ഈ പറഞ്ഞ പീഡനം സംഭവിക്കില്ലേ? ഈ പറഞ്ഞ ടോയ്സ് ഉപയോഗിച്ച് പീഡിപ്പിക്കാൻ പറ്റും. സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. ലെസ്ബിയൻസിന്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യം സംഭവിക്കുന്നില്ലേ? അങ്ങനെ വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന പീഡനം എന്ന് പറയുന്നത് പുരുഷനെ മാത്രം കുത്തയായിട്ട് മാറണമെങ്കിൽ ഇത് സ്ത്രീകൾക്കും പറ്റില്ലേ? ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പോഴും ടിപ്പിക്കൽ രീതിയിൽ ചിന്തിക്കല്ലേ? ഇല്ല, കറക്റ്റാ. കെട്ടിയിട്ട് ഈ പറയുന്ന ടോയ്സ് ഉപയോഗിച്ച് ഈ പറയുന്ന പല അവയവങ്ങളിലും പല രീതിയിലുള്ള പെയിനും കൊടുത്ത് പല രീതിയിലും മാനസികമായിട്ട് ടോർച്ചറും ചെയ്ത പീഡനം എന്ന് പറയുന്നത് സെക്ഷലി മാത്രമല്ല. മനസ്സിലായി? അങ്ങനെ ചിന്തിക്കരുത്. ഇതിന് ഏത് രീതിയിലും ചിന്തിക്കാം. പല പുരുഷന്മാരും ഇതിന് ഭീകരത അനുഭവിച്ച് വരുന്ന ആളുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അത്തരത്തിലുള്ള പല കേസുകളും നടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ സ്ത്രീകൾ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ? അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന മനുഷ്യ സംഘടന വേണം. ഒരു വനിതാ കമ്മീഷന്റെ ആവശ്യമില്ല. വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി വേണമെങ്കിൽ പുരുഷ സംഘടനയും അവിടെ വേണം. മനസ്സിലായോ? ഒരു കമ്മീഷൻ വേണം, ഒരു മെൻ കമ്മീഷൻ വേണം. എങ്കിലും ഇത് ടാലി ആവുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോഴും നമ്മളിത് ടിപ്പിക്കൽ രീതിയിൽ ചിന്തിക്കുക, പുരുഷന് മറ്റേ അവയവം, അങ്ങനെയല്ല. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ആരാണോ വീക്ക്, ഇപ്പം എൻ്റെ പാർട്ണറിൻ്റെ ഇടയിൽ ഞാനാണ് വീക്കെങ്കിൽ അവിടെ പീഡനം അനുഭവിക്കുന്നത് ഞാനാ. അത് ഞാൻ പുരുഷനാണോ സ്ത്രീയാണെന്നുള്ള വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇപ്പം ഞാനും ജുബിയും അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി, പെയിൻ ഈക്വലാണ്. ജുബി കറക്റ്റാണ്. ഞാൻ ജുബിയുടെ കരണത്തടിക്കുന്ന, ജുബി എൻ്റെ കരണത്തടിക്കുന്ന പെയിൻ ഈക്വലാ. ജുബി എനിക്ക് തരുന്ന ഇൻസൾട്ടിങ്ങും വളരെ മോശപ്പെട്ട വേർഡ്സും എന്നിലുണ്ടാവുന്ന പെയിൻ ഈക്വലാ. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ബേസ്ഡ് ഓൺ വുമൺ റൈറ്റ്സ് ആണ്. അതായത് ഒരു സ്ത്രീയുടെ സുരക്ഷയെ ബേസ് ആക്കിയിട്ടാണ് നിയമവ്യവസ്ഥ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ പറയുന്ന ഇങ്ങനൊരു ഈക്വാളിറ്റി വരണമെങ്കിൽ ആദ്യം പൊളിച്ചെഴുതുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ കൂടെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഇപ്പം ഇതിനെപ്പറ്റി ഈ റോജി പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം, അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത് ആൾക്കാർ ബോദർ ചെയ്യുന്നില്ല. അത് ബോദർ ചെയ്തെടുക്കുമ്പോഴും അവർ പറയപ്പെടുന്നത് അവൻ്റെ വീക്ക്നെസ് ആയിട്ടാണ്, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അതൊരു ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ട്രെയിനിങ്ങാണ്. അതായത് നമ്മളെപ്പോഴും എടുക്കുന്ന ഇമോഷൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഇമോഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അമ്മയിൽ നിന്ന് എടുക്കുന്ന ഇമോഷൻ, അമ്മയുടെ ശബ്ദങ്ങൾ, ഇതേ സാധനമാണ് നമ്മുടെ ഭാര്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ സൗണ്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് അമ്മയോട് ഉണ്ടാകുന്ന ഒരു സ്നേഹം, അനുകമ്പയാണ് നമുക്ക് ആദ്യമായിട്ടൊരു സ്ത്രീയോട് തോന്നുന്ന അനുകമ്പ. ഇതേ സാധനമാണ് പിന്നീട് നമ്മൾ എല്ലാ സ്ത്രീകൾക്കും നമ്മൾ കൊടുക്കുന്നത്, മറ്റു രീതിയിൽ കൊടുക്കുന്നത്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്ന നൂലാമാല ചെറുതല്ല. ഒരാൾ തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ ജുബി ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഒരു ജുബിയുടെ വീട്ടിൽ ജുബിയുടെ ഒരു പാർട്ണറും ജുബി വാവിട്ട് ഒച്ച ഉണ്ടാക്കി. അയൽവക്കക്കാർ വയ്ക്കുന്നത് ജുബി കിടന്ന് ഒച്ചപ്പാണ്ടാക്കുന്നുള്ളൂ. തിരിച്ചൊരു പെണ്ണ് അവിടെ ഇരുന്ന് ഒരു ഒച്ചയിൽ സംസാരിച്ച ആൾക്കാർ വയ്ക്കും കരയുന്നതെന്ന് വിചാരിക്കുള്ളൂ. ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പരിഗണന എന്ന് പറയുന്ന സാധനത്തിന് ആവശ്യമില്ല. അത് തുടക്കം നമ്മൾ പറയുന്നതല്ലോ, പരിഗണനയല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്ന പരിഗണന കൊടുക്കുക. സ്ത്രീക്കും പുരുഷനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന മറ്റ് അതർ കാറ്റഗറി ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ള ആളുകൾക്കും കൃത്യമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ അഡ്രസ്സ്, ആ ഇഷ്യൂസ് കൃത്യമായി കണ്ടെത്തി അവരെ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ ഈ സ്ത്രീ ഈ പറയുന്ന ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം വർഷങ്ങളായി നമുക്ക് എടുക്കുന്നത്. കൃത്യമായി ഇഷ്യൂ അനുഭവിക്കുന്ന ഒരു സ്ത്രീക്കും അവിടെ നിന്ന് ആനുകൂല്യം കിട്ടുന്നില്ല. ഇപ്പോൾ ഏത് ഒരു പുരുഷനും അവനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ അതിന് തെളിവിൻ്റെ പോലും ആവശ്യമില്ല. ശരിയല്ലേ? നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള, പക്ഷേ എന്നിട്ടും ഇന്നത് അനുഭവിക്കുന്നുള്ളതാണ് ഇഷ്യൂ. കാരണം തെളിവ് വേണ്ട. ആ സ്ത്രീ എന്താണോ പറയുന്നത്, ഇതെന്താ തിരിച്ചൊരു പുരുഷനെന്താ പറ്റാത്തത്? ഒരു പുരുഷൻ പോയിട്ട് എന്നെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു, അത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയില്ല. അത് നിന്റെ കഴിവേടാന്ന് പറയുള്ളൂ. മനസ്സിലായി? അതെന്താ അവസ്ഥ? ഈ സാധനം ചെറുപ്പം മുതലേ അനുഭവിച്ചു വരുന്നതാണേ.
പുരുഷന്മാർ. നമ്മളിവിടെ എന്തുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്നത് ഒരു സൈഡിലിരുന്ന് വലിയൊരു പ്രിവിലേജ് ഒരു കൂട്ടം ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക, സ്ത്രീകളെന്ന് പറയുന്നത്. അതിൽ ആനന്ദം കൊള്ളാം. ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കർണക്കുറ്റിക്ക് ഒരു സ്ത്രീ പബ്ലിക്കലി കർണത്തടിച്ചാൽ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കാണണം, എന്ത് പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. തിരിച്ചാണെങ്കിൽ അത് വേറെ ലെവലിൽ പോവും. മനുഷ്യാവകാശ എന്താ പറയുക, അത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ കേസെടുക്കും, നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുക്കും. ഇത് എവിടെയൊക്കെ പോകും? തിരിച്ചാണെങ്കിലോ ഏതെങ്കിലും കേസെടുക്കുന്ന ജൂബി കണ്ടിട്ടുണ്ടോ? ഒരു പുരുഷനെ ഒരു സ്ത്രീ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സ്വമേധ കേസെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതില്ലല്ലോ. തിരിച്ചൊരു സ്ത്രീയെ ആക്രമിച്ച കേസെടുക്കുമല്ലോ. അതെന്തിനാ? രണ്ട് പെയിനും ഈക്വൽ അല്ലേ? രണ്ട് മുഖത്തടിക്കുന്നത് നമ്മൾ ബലം ഉപയോഗിച്ചാണ് അടിക്കുന്നത്, രണ്ടിന് പെയിൻ ഇല്ലേ? അതെന്താ ഈ പെയിൻ എന്താ മനസ്സിലാവാത്ത ആളുകൾക്ക്? എനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ദണ്ണം മനസ്സിലാവുള്ളൂ, മനസ്സിലായോ? മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പുരുഷനാണോ, അവന് അടി കിട്ടിയിട്ടുണ്ടോ, അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പെണ്ണ് വെറുതെ അടിക്കില്ലല്ലോ. തിരിച്ചാണെങ്കിൽ അങ്ങനെയല്ല. തിരിച്ചാണെങ്കിൽ പെണ്ണ് തെറ്റ് ചെയ്തിട്ടില്ല, പുരുഷൻ അവളെ വെറുതെ അടിച്ചതാ എന്നുള്ള ജനറൽ ടോക്കിലോട്ട് എത്തും. അതങ്ങനെയാണ്. അപ്പോൾ ഇത് മാറേണ്ട സമയമായി. അതായത് ഈ പറയുന്ന ഒരു മെൻസ് കമ്മീഷൻ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് പലർക്കും വളരെ അസ്വസ്ഥത തോന്നും. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഈ പറയുന്ന കുടുംബം ആരുടെ കുടുംബം വേണമെങ്കിലും എപ്പോൾ വേണം തകർക്കാവുന്നുള്ളൂ. കാരണം അത്രയും പ്രിവിലേജ് അനുഭവിക്കുന്നത്. ശരിയല്ലേ? ഇപ്പം ഇന്നത്തെ കാലഘട്ടം ഭയങ്കരമായിട്ട് ചേഞ്ചായി. നമ്മളിപ്പോൾ പണ്ട് ഒരു 10 വർഷം മുന്നത്തെ കാലഘട്ടമൊന്നുമല്ല. ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ അറിയാം. അതായത് അവരൊരു പീഡന പരാതി കൊടുക്കുകയോ അവരെന്തെങ്കിലും സാധനം ചെയ്താൽ അവർക്ക് പ്രിവിലേജ് ഉണ്ടെന്നുള്ളൊരു 100% വിശ്വാസം ഇവർക്കുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പ്രിവിലേജ് ഉണ്ട്, പോലീസുകാരെ മാഡം എന്ന് വിളിക്കുള്ളൂ, മനസ്സിലായോ? കോടതി പോയ പ്രിവിലേജ് ഉണ്ട്, മീഡിയക്കാർ ഫോട്ടോ എടുത്ത് കൊടുക്കും. ജുബി നേരത്തെ പറഞ്ഞില്ലേ, മീഡിയക്കാർ ഫോട്ടോ എടുക്കില്ല, പേര് മാത്രമേ കൊടുക്കുള്ളൂ. തിരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനാണെന്ന് തോന്നുന്നു ഇടുക്കിയിൽ പോയൊരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു. ആ സ്റ്റോറി ഇതാണ്. ഈ ചെറുക്കനും ഈ പെണ്ണുമായിട്ടും ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി അവസാനം പ്രഗ്നൻ്റ് ആയത് ഈ അമ്മ ജോലിക്ക് പോകുന്ന ജോലി സ്ഥലത്തെ വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. ഈ ചെറുക്കനൊരു ആദിവാസി യുവാവാണ്. എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ചെറുക്കൻ്റെ പേര് പറഞ്ഞു, അവനെതിരെ കേസായി. ഇവൻ 6 മാസം അകത്ത് പോയി. 6 മാസം 3 മാസം കൊണ്ട് അകത്ത് പോയി. DNA ടെസ്റ്റ് എടുത്തു, ഇവനല്ലാന്ന് തെളിഞ്ഞു. ഇവൻ പുറത്തു വന്നു. ഈ പെൺകുട്ടി അടുത്ത് ചെയ്തെന്ന് പറയുമ്പോൾ സ്വന്തം ആങ്ങളുടെ പേര് പറഞ്ഞു, മനസ്സിലായോ? ആങ്ങളെ അകത്ത് പോയി, മനസ്സിലായോ? DNA ടെസ്റ്റ് എടുത്തി, ആങ്ങളെയല്ല പുറത്തു വന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇയാളാണെന്ന്. ഇയാളപ്പോൾ തന്നെ സൂയിസൈഡ് ചെയ്ത് കൂട്ടുന്നത് സ്വന്തം അമ്മ, മനസ്സിലായോ? പെൺകുട്ടിക്ക് എന്തറിയാം? നമ്മളിപ്പോൾ ആ ചെറിയൊരു പെൺകുട്ടിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഡിപ്പെൻഡിങ് സമയമാണ്. എന്താണോ അച്ഛൻ പറയുന്നത്, എന്താണോ അമ്മ പറയുന്നത്, അത് ശരിയെന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തിലാണ് ആ കുട്ടികൾ നിൽക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇതിപ്പോൾ ആരെ വിശ്വസിക്കാൻ പറ്റും? അതായത് ആ മറ്റേ വ്യക്തിനെ, അപ്പം ഈ പറയുന്ന ഈ കുട്ടിക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയുമായിട്ട് അമ്മയായിട്ട് കണക്ഷൻ ആയിരുന്നു, അമ്മയായിട്ട് ബന്ധമുണ്ട്. ആ വ്യക്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞത് 2 ചെറുക്കന്മാരുടെ ജീവിതം, മനസ്സിലായോ? ഒന്ന് സ്വന്തം ആങ്ങളെയും ഒന്ന് കാമുകനായിരുന്നൊരു പയ്യൻ്റെയും. ആരുടെയെങ്കിലും ഒരു പേര് ചൂണ്ടിക്കാണിച്ചെടുത്താൽ മതി. ഇത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഒരു DNA ടെസ്റ്റിന് ശേഷം കോടതിയിലോട്ട് വിടാത്ത എന്താ? ഒരു പെൺകൊച്ചു പറയാതെ ഇവനാണെന്ന് പറയുമ്പോൾ തന്നെ ജയിലിലോട്ട് കയറ്റിക്കൊണ്ട് ഈ മീഡിയക്കാരെടുക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം മാത്രം ജയിലിലോട്ട് ഇടാം. ഒന്ന് ജയിലിൽ കയറിയ ജുബി പിന്നെ സ്റ്റാമ്പ്ഡ് ആയല്ലോ. പിന്നെ നമ്മളിരുന്ന് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഈ മറ്റുള്ളവരുടെ കഥ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രത്യേക കഴിവാണ്. അങ്ങനെയല്ല ഇങ്ങനെയല്ല, നമ്മളൊന്നും മിണ്ടില്ല. ഈ ഡിപ്രഷൻ അടിച്ചടിച്ച് അവസാനം മെൻ്റലായിട്ട് മാറി അവസാനം വല്ല സൂയിസൈഡിലോട്ട് എത്തുന്നല്ലാതെ ഇതിനകത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല. ഒട്ടും സേഫല്ല, മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആരോഗ്യപരമായ കാര്യങ്ങളൊന്നുമല്ല അധികം സംഭവിക്കുന്നത്. മെൻ്റലിയാണ്, ഇമോഷണലിയാണ്, മനസ്സിലായോ? ലീഗലിയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ സൈക്കോപാത്തായ പുരുഷന്മാരുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ എല്ലാ പുരുഷന്മാരെയും കമ്പയർ ചെയ്യുന്നത്. എല്ലാ പുരുഷന്മാരൊന്നും അങ്ങനെയല്ല, മനസ്സിലായോ? എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ കാണുമ്പോൾ ഓടിപ്പോയി കയറി പിടിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരൊന്നുമില്ല. മെൻ്റലി ഇഷ്യൂസോ ഇമോഷണൽ ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനും ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാക്കും, ഏതൊരു സ്ത്രീയും ഇഷ്യൂ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. പുരുഷനായിട്ട് ഇന്ത്യയിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും നോക്കണില്ല, ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരും ഹൈ റിസ്ക്കിലാണ്, മനസ്സിലായോ? അത് നമ്മുടെ അച്ഛനാണെങ്കിലും നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും നമ്മുടെ മകനാണെങ്കിലും സഹോദരനാണെങ്കിലും ആരാണെങ്കിലും പുരുഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഇന്ന് ഹൈ റിസ്ക്കിലാണ്. കാരണം നമുക്ക് വോയിസ് ഇല്ല. നമ്മുടെ വോയിസ് കേൾക്കാൻ പുരുഷന്മാർ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.